ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഫാമിലിയെക്കുറിച്ചാണ്. 2-3 ദിവസം ഫോർ ദ നെക്സ്റ്റ് 3 weeks we are going to talk about family. എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചിൽ എല്ലാ വർഷവും ഫാമിലിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? കാരണം ദൈവത്തിന് കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവമാണ് കുടുംബം ഉണ്ടാക്കിയത്. God created family. So for the church, family and children and marriage are also very important for us. അതുകൊണ്ട് എല്ലാം ദൈവവചനം മുഴുവൻ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് ഫാമിലിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതും അത് പഠിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. So today we will talk about God's blueprint for families, building homes, not just houses. ദൈവത്തിൻ്റെ രൂപരേഖ ഫാമിലിയെക്കുറിച്ചുള്ളത് നമുക്കിന്ന് കേൾക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വി ആർ നോട്ട് ജസ്റ്റ് ബിൽഡിങ് ഹൗസസ്. വീട് പണിയുക മാത്രമല്ല, നമ്മൾ കുടുംബം കൂടെ പണിയുകയാണ്. വീട് പണിയണം, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുടുംബവും പണിയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ദർ ആർ നോ പെർഫെക്റ്റ് ഹോംസ്. ഒരു കുടുംബം പോലും പെർഫെക്റ്റായിട്ടില്ല. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തെ ഓർത്ത് ഭാരപ്പെടേണ്ടയും കാര്യമില്ല. കാരണം ആദാമിൻ്റെയും ഹവ്വായുടെയും ഫാമിലി പോലും പെർഫെക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കുടുംബം, എൻ്റെ കുടുംബം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തണമേ. സോ ലെറ്റ്സ് പ്രേ ദാറ്റ് സിൻസ് ദർ ആർ നോ പെർഫെക്റ്റ് ഹോംസ്, ലെറ്റ്സ് പ്രേ ദാറ്റ് God make my home a home that will glorify you. അങ്ങേ പെർഫെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ, ഈവൻ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് എൻ്റെ കുടുംബം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്ന കുടുംബമായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരിക്കലൊരു ചിത്രകാരൻ മനോഹരമായ എന്തെങ്കിലും വരയ്ക്കണമെന്ന് ചിന്തിച്ച് അദ്ദേഹം യാത്രയായി. A painter wanted to paint something very beautiful. സോ ഫസ്റ്റ് ഹി മെറ്റ് എ പ്രീസ്റ്റ്. ഒരു പ്രീസ്റ്റിനെയാണ് ആദ്യം കണ്ടത്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരം? വാട്ട് ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് വേൾഡ്? ദ പ്രീസ്റ്റ് സെഡ് ഇറ്റ്സ് ലവ്. സ്നേഹമാണ്. അദ്ദേഹം സ്നേഹത്തെ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഹൗ ക്യാൻ വി ഡ്രോ ലവ്? വരയ്ക്കാൻ പാടില്ല. സോ അദ്ദേഹം കുറച്ചുകൂടെ മുമ്പോട്ട് പോയി. ഹി മെറ്റ് എ പൂജാരി. ടെമ്പിളിൽ ശുശ്രൂഷിക്കുന്നൊരു പൂജാരിയെ കണ്ട്. അദ്ദേഹത്തോട് ടെമ്പിൾ പ്രീസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഏറ്റവും മനോഹരമുള്ളത്? ഹീ സെഡ് ഇറ്റ്സ് സാക്രിഫൈസ്. ത്യാഗമാണ്. ത്യാഗം എങ്ങനെ വരയ്ക്കുന്നത്? ഹൗ ക്യാൻ വി ഡ്രോ സാക്രിഫൈസ്? കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പം ഹീ മെറ്റ് എ കുക്ക്. ഒരു പാചകക്കാരനെ കണ്ടു. പാചകക്കാരനോട് ചോദിച്ചു, വാട്ട് ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് വേൾഡ്? എന്താണ് ഏറ്റവും മനോഹരമായത് ഈ ലോകത്തിൽ? അദ്ദേഹം പറഞ്ഞു, രുചിയാണ്. ഇറ്റ്സ് ടേസ്റ്റ്. ഹൗ ഡു യു ഡ്രോ ടേസ്റ്റ്? ടേസ്റ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? അദ്ദേഹം ഭയങ്കര സങ്കടമായി. ഇറ്റ് സോ സാഡ്. ഹി റിട്ടേൺഡ് ഹോം. അന്നേരം ഭാര്യ അദ്ദേഹം വരുന്നത് കണ്ട് വാതുക്ക നിൽപ്പുണ്ട്. ഹിസ് വൈഫ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്. ബാച്ച, കം, യു ലുക്ക് വെരി ടയേർഡ്, കം സിറ്റ് ഡൗൺ, ലെറ്റ് മീ മേക്ക് സം ടീ. നല്ല ചായ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഷി വെൻറ്റ് ആൻഡ് മെയ്ഡ് ടീ. ചായ ഉണ്ടാക്കി കൊണ്ടുകൊടുത്തു. എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, ഇതല്ലേ സ്നേഹം? ഇതല്ലേ ത്യാഗം? ഇതല്ലേ രുചി? ദിസ് ഈസ് ലവ്, ദിസ് ഈസ് സാക്രിഫൈസ് ആൻഡ് ദിസ് ഈസ് ടേസ്റ്റ്. സോ ഇമ്മീഡിയറ്റ്ലി ഹി വെൻറ്റ് ആൻഡ് ഡ്രോ എ ഹോം. ഒരു ഭവനം, ഒരു കുടുംബം അദ്ദേഹം വരച്ചു. ഒരു കുടുംബത്തിൽ ഇതെല്ലാം ഉണ്ട്. ഹവർ എഫേഷ്യൻസ് ചാപ്റ്റർ 3 verse 14, എഫേഷ്യൻ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ വായിക്കട്ടെ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. 14-15 വാക്യമാണ് ഞാൻ വായിച്ചത്. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും, ഇനി വരാനുള്ളതും വന്നതുമായ എല്ലാ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായത് ഹൂ ഈസ് ദ സോഴ്സ്? ദൈവമാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് എല്ലാ കുടുംബത്തിനും
പേർ വരുവാൻ കാരണമായത്. അങ്ങനെയുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ചേക്കാം, എന്നാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഗോഡ് ഈസ് ദ ഫാദർ. ഈ ദൈവമാണ് നമ്മുടെ പിതാവ്. ഈ ദൈവമാണ് നമ്മുടെ പിതാവ്. എല്ലാ കുടുംബങ്ങൾക്കും പിതാവ്, എല്ലാ ഗ്രൂപ്പുകൾക്കും, എല്ലാ കമ്മ്യൂണിറ്റിക്കും, എല്ലാ കുടുംബങ്ങൾക്കും പിതാവ് നമ്മുടെ ദൈവമാണ്. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണ്. എനിക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവർ നോക്കുമ്പോൾ പറയും, എന്തൊരു വലിയ വീടുകളാണ് കേരളത്തിൽ അല്ലേ, ഭയങ്കര വലിയ വീടുകളാണ്. പലപ്പോഴും നല്ലതാണ് വീട്, നല്ല കെട്ടുറപ്പുള്ള വീട്, ഗുഡ് ഹോംസ്. വി നീഡ് ഗുഡ് ഹോംസിനോ, അതിനുവേണ്ടി നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും, അതെല്ലാം നല്ലതാണ്. ബട്ട് we need to care not about the bricks and the cement and the decoration, but also we need to care about what is happening inside. അകത്തെന്താ നടക്കുന്നതെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പുറത്ത് മൂടി പിടിപ്പിക്കുന്നതല്ല. ഇപ്പോഴത്തെ പുതിയ പുതിയ കെട്ടിടങ്ങൾ കണ്ടാൽ കളിപ്പാട്ടം പോലെ ഇരിക്കില്ലേ, ബട്ട് അതിനേക്കാളെല്ലാം അത് ശ്രദ്ധിക്കണം. അതിനേക്കാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അകത്തെന്താ നടക്കുന്നത് എന്നാണ്. സ്തോത്രം. കാരണം ദൈവം പ്രസാദമുള്ളത്, ഇതൊരു 30 വർഷം കഴിയുമ്പോൾ അല്ലെ 50 വർഷം കഴിയുമ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം മാറിപ്പണിയില്ലേ. പല വീടുകളും ആളൊഴിഞ്ഞു, നമുക്കറിയാലോ, പഴയ വീടുകളും ആളൊഴിയുന്നു. പക്ഷെങ്കിൽ നാം അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പൈതൃകം ഉണ്ടല്ലോ, ദ ലെഗസി ദാറ്റ് വി ഗീവ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ, ഇറ്റ് കണ്ടിന്യൂസ്. അതാണ് അബ്രഹാമിൻ്റെ ദൈവം, ഇസാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് ആഗ്രഹം, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് കുടുംബം പണിതണം. ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള, ദൈവം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കുടുംബം. അത് വലിയ ഭവനത്തിൽ താമസിച്ചാലും ചെറിയ ഭവനത്തിൽ താമസിച്ചാലും റെൻറ്റഡ് ഹോമിൽ താമസിച്ചാലും കർത്താവിന് ആഗ്രഹം എന്താണ്? ഹി ഈസ് മോർ കൺസേൺഡ് അബൌട്ട് അസ് ദാൻ അവർ ഹൗസസ്. വീടിനേക്കാളും കർത്താവിന് ഏറ്റവും താല്പര്യം എന്താണ്? നമ്മളെയാണ് രൂപപ്പെടുത്തി. ഹി ഈസ് വർക്കിംഗ് ഇൻ അസ്. നമ്മളെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമ്മളെയും കൊണ്ടാണ് വീട് പണിയിക്കുന്നത് ഇല്ലേ. God used us to build our houses. അന്നേരം നമ്മളെയാണ് കർത്താവിന് ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. സ്തോത്രം. ബൈബിളിൽ ഒരിക്കലും പറയുന്നില്ല തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതരുതെന്ന് പറയുന്നില്ല. 1 Timothy 5:8 we read that നമ്മൾ തൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണം. എന്നാൽ ആ കരുതുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട 2 വാക്യങ്ങളുണ്ട്. സങ്കീർത്തനം 127:1. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരി. അൺലെസ് ദ ലോർഡ് ബിൽഡ്സ്, ദൈവം പണിതില്ലെങ്കിൽ, അപ്പോൾ ഹൂ ഈസ് ദി ആർക്കിടെക്ട് ആൻഡ് ബിൽഡർ ഓഫ് അവർ ഹോം? ആരാണ് നമ്മുടെ ഭവനത്തിൻ്റെ ശില്പി? ആരാണ് നമ്മുടെ ഭവനം പണിയുന്നവൻ? ദൈവമാണ് പണിയുന്നവൻ. എന്നാൽ ദൈവത്തിന് കൊടുത്തിട്ട് നമുക്ക് മാറിയിരിക്കാമോ? അല്ല. മത്തായി സുവിശേഷം 7:23, മാത്യു 7:24 പറയുന്നുണ്ട്, ബുദ്ധിയുള്ള വീട് പണിയുന്നവൻ. എങ്ങനെയാണ് ബുദ്ധിയുള്ള വീട് പണിയാൻ? ഹൂ ഇസ് ദ വൈസ് ബിൽഡർ? വൈസ് മാൻ ഹു ബിൽഡ് ദ ഹൗസ്. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുക. അപ്പോൾ വി ഓൾസോ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് അവർ ഹോംസ്. ദൈവം നമുക്കും ബിൽഡ് ചെയ്യാൻ, ദൈവത്തോട് ചേർന്ന് ബിൽഡ് ചെയ്യാൻ. വി ആർ സ്റ്റുവർഡ്സ്. നമ്മൾ കാര്യവിചാരകരാണ്. നമ്മുടെ ഭവനം പണിയുന്നവൻ, നമ്മുടെ ഭവനത്തിൻ്റെ ശില്പി, രൂപരേഖയെല്ലാം ചെയ്യുന്നവൻ ദൈവമാണെങ്കിൽ വി ആർ സ്റ്റുവർഡ്സ്, കോ വർക്കേഴ്സ്. ദൈവത്തോട് ചേർന്ന് പണിയാനുള്ള ഒരവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മൾ എന്ത് ചെയ്യുക? അനുസരിക്കുക. ഇഷ്ടമല്ലാത്ത വചനം വല്ലതും ഉണ്ടോ? അനുസരിക്കാൻ ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും വചനം ഉണ്ടോ എന്ന് ബൈബിളിൽ? എല്ലാവർക്കും ഉണ്ട്. അതങ്ങ് മാറിക്കളഞ്ഞായിരുന്നില്ലേ. ബട്ട് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എല്ലാം അനുസരിക്കേണ്ടതിനോ, വി ഹാവ് ടു ഒബേ എവ്രിതിങ്. എല്ലാം അനുസരിക്കേണ്ടത് ബുദ്ധിയുള്ള വീട് പണിയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഉപമയോടെ ദൈവം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. Proverbs 14:1 The wise woman build her house. ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിതു. അത് സ്ത്രീ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു ജ്ഞാനമുള്ള പുരുഷനും സ്ത്രീയും എന്ത് ചെയ്യും? വീട് പണിയും. ഈ Proverbs 14 Psalms 127 127 സങ്കീർത്തനത്തിലും
സദൃശവാക്യങ്ങൾ 14 വായിക്കുന്ന ബിൽഡ് എന്നുള്ള ആ ഒരു ഹീബ്രു പദം സെയിം പദമാണ്, സെയിം റൂട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവം വീട് പണിയുന്നത് പോലെ തന്നെ God has given us an opportunity to work with him. അദ്ദേഹത്തോട് കൂടെ ബുദ്ധിയോട് ദൈവം കൃപ തരുന്നെങ്കിൽ what we need to do? We need to use our wisdom. ദൈവം കൃപ തരും, ദൈവം ബലം തരും, ദൈവം ശക്തി തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിച്ചത് പഠിക്കണം. മനസ്സിലായോ? ദൈവം കൃപ തരും. God will give us grace, God will give us strength. But we have to be wise. ബുദ്ധിയുള്ളവർ. അങ്ങനല്ലേ? ഈവൻ ഇൻ മാത്യു ചാപ്റ്റർ 7:24 we read wise. ഇവിടെയും പറയുന്നത് എന്താ? വൈസ്. പ്രൊവേർബ്സ് ചാപ്റ്റർ 14 വൈസ്. അപ്പോൾ ദൈവം എല്ലാറ്റിൻ്റെയും ശില്പിയാണ്. ഹീ ഈസ് ദി ആർക്കിടെക്ട്, ഹീ ഈസ് ദ ബിൽഡർ. ബട്ട് ദൈവം നമുക്കൊരു ദൈവത്തോട് കൂടെ ചേർന്ന് പ്രവർത്തിപ്പാൻ ബുദ്ധി അതെങ്ങനെയാണ് ബുദ്ധി ഉണ്ടാകുന്നത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഇല്ലേ? The fear of the Lord is the beginning of wisdom. അത് മാത്രമല്ല, ദൈവവചനം കേട്ട് നാം എന്ത് ചെയ്യണം? അനുസരിക്കണം. സ്തോത്രം. ഇങ്ങനെ പണിയുന്നവർക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇൻസ്റ്റെബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികം കൊണ്ട്, ഭൗമികമായ കാര്യം കൊണ്ട് നമ്മുടെ ഭവനം അടിസ്ഥാനമിടാൻ സാധിക്കുകയില്ല. യേശു പറഞ്ഞു, നീ സർവ്വലോകവും നേടിയിട്ട് നിൻ്റെ ആത്മാവിനെ നഷ്ടമായാൽ എന്തു ഫലം? We can gain the whole world but lose our soul. എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു ഫലവുമില്ല. അതുമാത്രമല്ല, തീമോഥെയോസിൻ്റെ ലേഖനം 6:9-10 വരെ നമ്മളിങ്ങനെ വായിക്കുന്നു. ധനികനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ധനികനാകുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ദിവ്യാഗ്രഹം, ലവ് ഓഫ് മണി വന്നാൽ പണമല്ല പ്രശ്നം, മറിച്ച് എന്താണ്? പണത്തെ സ്നേഹിച്ചു തുടങ്ങിയാൽ, മണി ഈസ് നോട്ട് ദ പ്രോബ്ലം, ബട്ട് പണത്തെ സ്നേഹിച്ചാൽ, ഇഫ് യു ലവ് മണി, നമ്മൾ പല ദുഷ്ടപ്രവർത്തികളിലോട്ട് നമ്മൾ പോകും. അതുകൊണ്ട് ഭവനം പണിയാൻ പണം വേണോ? കുടുംബം പുലർത്താൻ പണം വേണോ? പണം വേണം. എത്ര പണം വേണം? How much money do we need? Do we have ever enough? എപ്പോഴും തൃപ്തരാവോ? യേശു പറഞ്ഞു, do not worry about what to eat, what to drink, what to wear. നിങ്ങൾ ഉടുക്കുന്നതിനെക്കുറിച്ചും കഴിക്കുന്നതിനെക്കുറിച്ചും ഒന്നും ഭാരപ്പെടേണ്ട. കർത്താവ് എല്ലാം കരുതിയിട്ടുണ്ട്. He has provided. Yesterday ഞങ്ങളൊരു കുടുംബവുമായിട്ട് പ്രാർത്ഥിച്ചപ്പം അവർക്ക് ഒത്തിരി കടമുണ്ട്. അവരുടെ സാലറി ഇത്രയേ ഉള്ളൂ. ഈ സാലറി കൊണ്ട് അവരുടെ കടം വീട്ടാൻ പറ്റില്ല. ദേ cannot. കുഞ്ഞുങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡു വി ഹാവ് ഇനഫ് മണി ടു ഗീവ് ദം? നമ്മുടെ കൊടുക്കാൻ പൈസ ഇല്ല. പക്ഷേ വി ക്യാൻ പ്രേ. ബട്ട് വി സെഡ് ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം കരുതും. എന്നാൽ പണത്തെക്കുറിച്ച് ആപലാതിപ്പെട്ടാലോ? ഇഫ് യു വറി അബൌട്ട് മണി, വാട്ട് ഹാപ്പൻസ്? ഇപ്പോൾ ഉള്ള ജോലി പോലും ചെയ്യാൻ പറ്റാതാവില്ലേ? വി കനോട്ട് ഈവൻ ഡു ദ ജോബ് ദാറ്റ് വി ഹാവ് റൈറ്റ് നൗ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക, പണം ഒരിക്കലും നമ്മുടെ ഭവനത്തിൻ്റെ അടിസ്ഥാനമാക്കരുത്. കാരണം ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഈ സഭാപ്രസംഗി 2:21 മുതൽ 26 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു കേൾക്കുന്നത് നല്ലതാണ്. സഭാപ്രസംഗി 2:21 മുതൽ 26 വരെ. എക്ലീഷ്യാസ്റ്റിക്സ് ചാപ്റ്റർ 2 വേഴ്സസ് 21-26. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത് നല്ലതാണേ. വായിക്കാം. ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു. എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുവന് അവൻ അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു. അത് മായയും വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയപരിശ്രമം കൊണ്ടും മനുഷ്യന് എന്തു ഫലം? അവൻ്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല, അത് മായയത്രേ. തിന്നുകുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല.
അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. 26 വരെ വായിച്ചാട്ടെ. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ജ്ഞാനവും അറിവും സന്തോഷവും. പണം സമ്പാദിക്കാൻ വേണോ? ജ്ഞാനം, അറിവ്, സന്തോഷം, അല്ലേ? സന്തോഷമില്ലെങ്കിൽ ഈ പണം ഒത്തിരി ഉണ്ടായി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പറ്റുമോ? 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല, അതോടെല്ലാം തീർന്നു. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന്, ഇവിടെ ഞാൻ വായിച്ചതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ജോലി ചെയ്യണം, വി നീഡ് ടു വർക്ക്, വി നീഡ് ടു ഹാവ് മണി, പൈസ വേണം. പക്ഷെങ്കിൽ പൈസ എല്ലാം അല്ല. ദാറ്റ് ഈസ് നോട്ട് എ ഫൗണ്ടേഷൻ. മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ഇതെല്ലാം നൽകും. തക്ക സമയത്ത്, അതാത് സമയത്ത് ദൈവം എല്ലാം നൽകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബത്തിന് പണം വേണം, ജോലി വേണം, വീട് വേണം. വി നീഡ് ഹൗസ്, വി നീഡ് മണി, വി നീഡ് വർക്ക്. ഹൗവർ നമ്മളൊന്ന് ചിന്തിക്കുക, എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് ഹൗ മച്ച് ഇമോഷണൽ ബോണ്ട് ഐ ഹാവ്. ഒരു വൈകാരിക ബന്ധം എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് എനിക്കുണ്ടോ? ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഗ്രാൻഡ് പാരൻസ്. ഒരു വൈകാരിക ബന്ധം, ഒരു ഇമോഷണൽ ബോണ്ട് എനിക്ക്, ബോണ്ടേജ് അല്ല, ഇമോഷണൽ ബോണ്ട് എനിക്ക് എൻ്റെ ഭവനത്തിലുള്ള ആൾക്കാരുമായിട്ടുണ്ടോ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം റൂത്തിൻ്റെയും നവോമിയുടെയും ഓർപ്പയുടെയുമാണ്. നിങ്ങൾക്ക് കഥ അറിയാമല്ലോ. നവോമിക്ക് എന്താ ഉള്ളത്? വാട്ട് ഡസ് നവോമി ഹാവ്? നത്തിങ്. ഹസ്ബൻഡ് മരിച്ചു, 2 കുഞ്ഞുങ്ങളും മരിച്ചു. ഷീസ് എ വിഡോ. ഷീസ് ലിവിങ് ഇൻ എ ഫോറിൻ ലാൻഡ്. വേറൊരു രാജ്യത്താണ് താമസിക്കുന്നത്. എന്താണ് അവൾക്കുള്ളത്? അവൾക്കൊന്നുമില്ല. നത്തിങ്. ഓക്കെ, നമ്മളാണ് ഈ കുടുംബത്തെ നോക്കിയിട്ട് എന്ത് പറയും? ശാപം കിട്ടിയ കുടുംബമാണ് പറയില്ലേ? ഹസ്ബൻഡ് മരിച്ചു, കുഞ്ഞുങ്ങൾ 2 മരിച്ചു. സോ വി വിൽ സേ സം curse. ബട്ട് ഇറ്റ് വാസ് നോട്ട് curse അല്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ദൈവം അവരെ വഴി നടത്തുകയായിരുന്നു. ഈ റൂത്തും ഓർപ്പയും, മോളെ നിങ്ങൾ തിരിച്ചു പോ, യു ഗോ ബാക്ക് എന്ന് പറഞ്ഞപ്പം അവർ പോയോ? റൂത്തിൻ്റെ 1-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി, 7 തൊട്ട് 17 വരെയുള്ള വാക്യം. അവർ കരയുകയാണ്, കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഓക്കെ, അത്രയ്ക്ക് ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരുന്നു അമ്മാവിയമ്മയുമായിട്ട്. ഓർപ്പ പോകത്തില്ലായിരുന്നു. ഓർപ്പ വുഡ് നോട്ട് ഹാവ് ഗോൺ. ബട്ട് അമ്മ ഒത്തിരി നിർബന്ധിച്ചു, പോ. അപ്പോഴാണ് അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അവൾ പോയി. റൂത്തിനോട് പറഞ്ഞു, റൂത്ത് പ്ലീസ് ഗോ. അവൾ പറഞ്ഞില്ല, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. മരണത്താലല്ലാതെ നമ്മൾ വേർപിരിക്കത്തില്ല. അതേപോലൊരു ഇമോഷണൽ ബോണ്ട്, ഒരു വൈകാരിക ബന്ധം ആ കുടുംബത്തിലുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു റൂത്തിനുണ്ടായിരുന്നെങ്കിൽ മഗ്ലോനും കില്യോനും എലീമേലേക്കിനും എല്ലാം ഉണ്ടായിരുന്നർത്ഥം. ഈ അമ്മയോട് അപ്പനും ഭർത്താവിനും 2 മക്കൾക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുകൊണ്ടല്ലേ ഓർപ്പയ്ക്കും റൂത്തിനും അതുപോലൊരു ഇമോഷണൽ ബോണ്ട് ഉള്ളതല്ലേ? ഓർപ്പ ആൻഡ് റൂത്ത് ഹാഡ് സച്ച് ഇമോഷണൽ ബോണ്ട് മോസ്റ്റ് പ്രോബബ്ലി ബിക്കോസ് ഷീ ഹാഡ് സച്ച് എ ബോണ്ട് വിത്ത് എ ഹസ്ബൻഡ് ആൻഡ് 2 children. നമ്മുടെ വീട്ടിൽ വേണ്ടത് എന്താണ്? ഈ വൈകാരികമായ ഒരു ബന്ധം. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ എന്ന് പറയുമ്പം ചങ്ക് പൊട്ടുന്നത് പോലെ അങ്ങനൊരു സ്നേഹബന്ധം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കണം. സ്തോത്രം. എന്തുകൊണ്ടാണ് മുടിയൻ പുത്രൻ അത്ര എല്ലാം നഷ്ടമായിട്ടും അവൻ തിരിച്ചു വന്നില്ലേ? വൈ ഡിഡ് ദി പ്രോഡിഗൽ സൺ റിട്ടേൺ? നല്ല ഉടുപ്പുണ്ടായിരുന്നോ? ഇല്ല. നല്ല ചെരുപ്പുണ്ടായിരുന്നോ? ഇല്ല. എന്തൊരു മണമായിരുന്നു? പന്നിയുടെ മണമാണില്ലേ? പന്നിയുടെ മണം. ഈ സ്മെൽ പിഗ്. എന്നിട്ടും എന്ത് ചെയ്തു? വൈ ഡിഡ് ഹി റിട്ടേൺ ടു ഹിസ് ഫാദേഴ്സ് ഹോം? എന്തുകൊണ്ടാണ് പ്രോഡിഗൽ സൺ ആ വീട്ടിലോട്ട് തിരിച്ചു വന്നത്? ഹി ഹാഡ് എ ബോണ്ട്. എൻ്റെ അപ്പൻ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു.
നാം ശ്രമിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുമായി, നമ്മുടെ ഭർത്താവുമായി, നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഈവൻ സഹായത്തിൽ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, അവരുമായിട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ല ബന്ധം. അവരെ ബന്ധനത്തിലാക്കരുത്, ഡോണ്ട് മേക്ക് ഇറ്റ് ബോണ്ടേജ്, ബട്ട് ഒരു ഹെൽത്തി ബോണ്ട്. ഇവിടെ നേരത്തെ നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഭർത്താവിന് വലിയ ജോലിയുള്ള ആളൊന്നുമല്ല, വലിയ കഴിവൊന്നുമുള്ള ആളല്ല. പക്ഷെ എപ്പോഴും പറയുന്നത് എൻ്റെ അച്ഛൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്ന് മനസ്സിലായെന്നറിയില്ല. സംസാരിക്കുമ്പോഴല്ല എന്നോട് പറയുന്നത് എൻ്റെ അച്ഛൻ. നോട്ട് ബിക്കോസ് ഈ സ്മാർട്ട് ആൻഡ് വെൽത്തി, അതുകൊണ്ടൊന്നുമല്ല, ബട്ട് ദാറ്റ് ഇമോഷണൽ ബോണ്ട്. ദേ ഹാഡ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് ടഫ് ടൈംസ്. ഒത്തിരി കഷ്ടപ്പാടിലൂടെ ഒക്കെ അവർ കടന്നു പോയതാണ്. പക്ഷേ ഇപ്പോഴും പറയുമ്പോഴെന്താ എൻ്റെ അച്ഛൻ. മരണകരമായ ഒരു അസുഖം വന്നു. സ്വന്തനോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു എൻ്റെ അച്ചായൻ പോയെന്ന്. കാരണം എന്താണ്? പൈസ ഉണ്ടായിട്ടല്ല. They didn't have money, they didn't have their own home, but they had that emotional bond. നാം ശ്രദ്ധിക്കുക, നമുക്ക് ഇമോഷണൽ ബോണ്ട് ഉണ്ടാകണം. എന്തും തുറന്നു പറയുവാൻ ഒരു അവസരം, തെറ്റുകൾ ക്ഷമിക്കുവാൻ, കരയുമ്പം മനസ്സിലാകാൻ, സന്തോഷം മനസ്സിലാക്കാൻ. Tears are understood, joy is shared, mistakes are forgiven. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഓർത്ത് നോക്കിയേ, വാട്ട് ഡു യു റിമെമ്പർ അബൌട്ട് യുവർ പാരൻസ്? പപ്പായ മമ്മിയെക്കുറിച്ച് എന്താ ഓർക്കുന്നേ? പപ്പ മേടിച്ചു തന്ന 1,00,000 രൂപയുടെ സാധനമാണ് ഓർമ്മയുള്ളത്. ദ ടൈംസ് ദാറ്റ് വി സ്പെൻഡ് വിത്ത് ഹിം, ഇല്ലേ? ഒരുമിച്ച് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗമൊക്കെ അല്ലേ ഓർമ്മയുണ്ട്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ, വലിയ സംഭവമല്ലേ 10ാം ക്ലാസ്, 10th എക്സാം ഇസ് എ ബിഗ് തിങ്. ഞങ്ങളുടെ സ്കൂളിൽ ദർ ഇസ് നോ സെൻറ്റർ. ഹോളിഞ്ചസിൽ അന്ന് സെൻറ്റർ ഇല്ല. സെൻറ്റർ വാസ് ഇൻ സെൻറ്റ് മേരീസ്. അടൂർ സ്റ്റാൻഡ് ഈസ് ബീങ് ബിൽഡ്. അത് ബിൽഡ് ചെയ്യുന്ന സമയം അടൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. എൻ്റെ അച്ചാച്ചൻ എന്നും 4 മണിയാകുമ്പം ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. മുണ്ടൊക്കെ മടക്കി ഉടുത്ത് ബൈക്ക് സ്കൂട്ടറിൽ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു പച്ച സ്കൂട്ടറായിരുന്നു. എന്നെ നോക്കി തിരിച്ചു വരുമ്പം ബേക്കറി കയറി അന്നത്തെ വലിയ പലഹാരമാണ് മക്കളെ, ബണ്ണ്. ദാറ്റ് വാസ് എ ബിഗ് തിങ് അറ്റ് ദാറ്റ് ടൈം, ബൺ. അന്ന് പപ്സ് ഒന്നും ഇല്ല. ഒരു കവർ ബണ്ണ് വാങ്ങിക്കും എല്ലാ ദിവസവും. അത് ഓർക്കുമ്പോഴെന്താണ്, എനിക്കും ഒരാഗ്രഹം, എൻ്റെ കുഞ്ഞുങ്ങളെ കരുതണം, അല്ലേ? ആ ഇമോഷണൽ ബോണ്ട്. സ്തോത്രം. നാം വീടിൻ്റെ വില അല്ല കുഞ്ഞുങ്ങൾ ഓർക്കുന്നേ. 1,00,000 രൂപയുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് എന്നൊന്നും കുഞ്ഞുങ്ങൾ ഓർക്കാറില്ല. മറിച്ച് കുഞ്ഞുങ്ങൾ എന്താ ഓർക്കുക? അമ്മ എന്നെ ചുംബിച്ചത്, ഇല്ലേ? അമ്മ എൻ്റെ കൂടെ നടന്നത്, അമ്മ എനിക്ക് ചോറ് വാരി തന്നത്, കാല് വേദന എടുത്തപ്പം കാല് തിരുമ്മി തന്നത്. ദിസ് ഈസ് വാട്ട് വി റിമെമ്പർ. അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മളൊരു ഇമോഷണൽ ബോണ്ട് വി ഹാവ് ടു ക്രിയേറ്റ്. അടുത്തതായിട്ട് നാം ചിന്തിക്കേണ്ടത് ഇമോഷണൽ ബോണ്ട് മാത്രമല്ല, നമ്മുടെ ഭവനത്തിൻ്റെ അടിത്തട്ട്, ബെഡ് റോക്ക് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ബോണ്ടാണ്. ഒരു ആത്മീയ ഐക്യം, ഒരു ആത്മീയ ബന്ധം. അച്ഛനും അമ്മയും സഹോദരങ്ങളുമായി, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി ഹാവ് എ സ്പിരിച്വൽ ബോണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ജോഷുവയാണ്. ജോഷുവ 24:15 he said, as for me and my house we will serve the Lord. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. ബൈബിളിലുള്ള കുടുംബങ്ങൾ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇവരെല്ലാവരും, all the families in home, they worship together. അവർ ഒരുമിച്ച് ആരാധിച്ചു. അറിയാമല്ലോ, ഹന്നായുടെ ഭവനം പെർഫെക്റ്റ് ഹോം ആയിരുന്നോ? ഹന്നാസ് ഫാമിലി വാസ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് അവരെന്ത് ചെയ്തു? ദേ വെന്റ് ടു വർഷിപ്പ് ടുഗദർ. ഒരുമിച്ച് ആരാധിക്കാൻ പോയി. ദേ ഓഫറിങ്സ് കൊടുത്തു. ദൈവവചനം ഒരുമിച്ച് വായിക്കുന്നു, പഠിക്കുന്നു. സ്തോത്രം. ഫെയ്ത്ത് വാസ് പാസ്ഡ് ഓൺ ടു നെക്സ്റ്റ് ജനറേഷൻ. അതായിരുന്നു ബൈബിളിലെ കുടുംബങ്ങൾ. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദൈവവചനം പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളും ഒരു അടിത്തറ, സ്പിരിച്വൽ അടിത്തറ വേണമെങ്കിൽ നാം ഇതൊക്കെ ചെയ്യണം. ദൈവവചനം വായിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം. സ്തോത്രം. വിശ്വാസം നമ്മൾ കൈമാറണം. ഫാമിലി
ഒരുമിച്ച് ബില്ലി ഗ്രഹാമിൻ്റെ ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫാമിലീസ് ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിലനിൽക്കും. ബില്ലി ഗ്രഹാം അദ്ദേഹം വിശ്രമിക്കുന്നല്ലോ ദൈവസന്നിധിയിൽ, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ പണം എല്ലാമല്ല എന്ന് മനസ്സിലാക്കുക. മണി ഈസ് നോട്ട് എവറിത്തിങ്. വി നീഡ് മണി, ബട്ട് മണി ഈസ് നോട്ട് എവറിത്തിങ്. നമ്പർ 2 ഒരു ഇമോഷണൽ ബോണ്ട്. നമ്പർ 3 ഒരു സ്പിരിച്വൽ ബോണ്ട്. അന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ്സിനെ കുറിച്ചുള്ള ഉത്തരവാദിത്തം പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ്സ്, യു ഹാവ് ടു ലവ് യുവർ വൈഫ്. എന്ത് എളുപ്പമാണ് നമുക്കില്ലേ? ഭർത്താക്കന്മാരോട് പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണമെന്ന്, അല്ലേ? അത് ഭയങ്കര ജോലിയുള്ള കാര്യമല്ലേ? ഭയങ്കര ജോലിയുള്ള കാര്യമാണ്. പക്ഷെ ഭർത്താവിന് ഭയങ്കര ഉത്തരവാദിത്തമാണ്. ഇവിടെ ഭർത്താവായിട്ട് ആരൊക്കെ ഉണ്ടോ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ എ മാരേജ്, യു ഓൾസോ ടേക്ക് ദാറ്റ് അപ്പ്. നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നത് ക്രിസ്തു സ്നേഹിച്ചത് വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പം ജോബ് ലെഡ് ദ ഫാമിലി പ്രെയർ. ആരാ യാഗം കഴിച്ചത്? അബ്രഹാം, യാക്കോബ്, ഇസഹാക്ക്, യോബ്. അപ്പോൾ ഹീ ഈസ് ദ പ്രീസ്റ്റ് ഓഫ് ദ ഫാമിലി. കുടുംബത്തിൻ്റെ പ്രീസ്റ്റാണ്, പുരോഹിതനാണ്. അദ്ദേഹം പ്രാർത്ഥന ആരംഭിക്കുക. സ്തോത്രം. സാക്രിഫിഷ്യൽ ലവ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സാക്രിഫിഷ്യലായിട്ട് സ്നേഹിക്കുക, പഠിപ്പിക്കുക, ഭവനത്തെ കരുതുന്നതിൻ്റെ പാർട്ടാണ് നോട്ട് ഓൺലി മണി ബട്ട് ഓൾസോ പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്ന് പറയാൻ കാര്യം? പിതാക്കന്മാർ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗസ്വനായ പിതാവിൻ്റെ ഒരു മോഡലാണ്. എൻ്റെ പിതാവിനെ നോക്കുമ്പം എനിക്ക് മനസ്സിലാകണം എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഞാനാണ്. സോ സോറി, ഒത്തിരി ഉത്തരവാദിത്തം പുരുഷന്മാർക്കുണ്ട്. സോ സോറി. പക്ഷെങ്കിൽ ദൈവം തന്ന വലിയൊരു പ്രിവിലേജാണ്, ഒരു വലിയ പദവി. ക്രിസ്തുവിനെ, ദൈവത്തെ കുടുംബത്തിന് കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയൊരു ഭാഗ്യമാണ്, എന്തൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് പറഞ്ഞിട്ട് ദൈവം മാറിപ്പോവുകയല്ല, മറിച്ച് ദൈവം നമുക്ക് അതിനു വേണ്ടിയുള്ള കൃപ തരും. സ്തോത്രം. ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണ്? ഞാൻ ആ മായവളത്തിൻ്റെ വീട് പണിയുന്നു എന്ന് നമ്മൾ കേട്ടു, ഇല്ലേ? അത് മാത്രമല്ല, നാം ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഡയാന രാജകുമാരി പറഞ്ഞു, ആ വാക്ക് എൻ്റെ ഉഭയസമ്മതത്തിൽ വേണ്ട. അതൊക്കെ വലിയ സംഭവമായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെയാണ് ആ വാക്ക് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഉഭയസമ്മതത്തിന് വേണ്ട. എന്നാൽ ബൈബിളിൽ പറയുന്നത് എന്താണ്? കീഴ്പ്പെട്ടിരിക്കുക എന്ന് വിചാരിച്ച് ഡോർമാറ്റ് പോലെ ഇരിക്കണമെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ അനുസരിക്കേണ്ടത് ദൈവത്തെ അനുസരിക്കണം, മറിച്ച് ഭർത്താവിനെ ലീഡർഷിപ്പിന് നമ്മൾ അലൗവ് ചെയ്യണം. ഭർത്താവാണ് എൻ്റെ ഭവനത്തിൻ്റെ, എൻ്റെ തല ഭർത്താവാണെന്ന് ഞാൻ എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കണം. അല്ലാതെ അദ്ദേഹത്തിന് തലയിൽ കയറിയിരുന്ന നമ്മുടെ കുടുംബം ക്രിസ്തീയ കുടുംബമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഓർക്കുന്നുണ്ടോ? മിക്കവാറും ഭാര്യമാർ ചൂടായാൽ എന്തു ചെയ്യും? ഭവനം ഭയങ്കര ചൂടായില്ലേ? ഭാര്യ തണുപ്പായ എന്തു ചെയ്യും? ഭവനം നല്ല തണുപ്പാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം. വി ക്രിയേറ്റ് എ എൻവയൺമെൻറ്റ് വേർ ദർ ഇസ് ലവ് ആൻഡ് പീസ്. അതിൻ്റെ ഉത്തരവാദിത്തം ആരുടെയാണ്? നമ്മുടെയാണ്. ആരാ കരയുമ്പോൾ ഓടി വരുന്ന ആരുടെ അടുത്തോട്ടാ? വയ്യാതാകുമ്പോൾ നമ്മളിപ്പോഴും കരയുന്ന അച്ഛ എന്ന് പറഞ്ഞാണോ? അല്ല. നമ്മളെന്താ കരയുന്നത്? അമ്മേ എന്ന് പറഞ്ഞാണ്, ഇല്ലേ? ഇപ്പോഴും ഞാനും ചിലപ്പോൾ വയ്യാതെ, അയ്യോ എൻ്റെ അമ്മയെന്ന് പറയും. എത്രയോ വർഷമായി എൻ്റെ സ്വന്തം അമ്മ മരിച്ചു പോയിട്ട്. ഒരു അമ്മയ്ക്ക് ഭയങ്കര ഒരു ഉത്തരവാദിത്വമുണ്ട് ഭവനത്തിൽ. ബിഗ് റെസ്പോൺസിബിലിറ്റി എ മദർ ഓൾസോ ഹാവ്. സ്തോത്രം. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാനൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആൻഡ് ഓൾസോ പ്രേയിങ് മദർ, പ്രാർത്ഥിക്കുന്ന അമ്മ. ഞാൻ ഇന്നലെ ജെസിമാമ അമ്മാമ്മയുടെ ഒരു അനുഭവ സാക്ഷി അയച്ചു തന്നു. ഞാനത് കേൾക്കുമായിരുന്നു. അമ്മാമ്മയുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും അമ്മാമ്മ പ്രാർത്ഥിച്ച് ദൈവം പല കാര്യങ്ങളും അമ്മാമ്മയ്ക്ക് നൽകി കൊടുത്തു. സ്തോത്രം. വി ഹാവ് ടു പ്രേ, വി ഹാവ് ടു സ്പെൻഡ് ടൈം ഇൻ പ്രെയർ. നമ്മൾ പ്രാർത്ഥിക്കാൻ സമയമെടുത്തേ പറ്റുകയുള്ളൂ. സ്തോത്രം. താങ്ക് യു ലോർഡ്. ഉള്ളി പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്ക് മാത്രമേ ശൗമലിനെ പോലുള്ളൊരു മകൻ ജനിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്ക് മാത്രമേ ശൗമോലിനെ പോലുള്ളൊരു മകൻ ജനിക്കുകയുള്ളൂ. അതുകൊണ്ട് വി ഹാവ് ടു പ്രേ. എവ്രി മദർ ഹാവ് ടു പ്രേ. കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? എഫേഷ്യൻസ് 6:1-2 പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിക്കണം. നമ്മൾ അമ്മയപ്പന്മാരെ അനുസരിക്കണം. അതുമാത്രമല്ല, മക്കൾ ജനിക്കുന്നത് ഭവനത്തിന് സന്തോഷമാണ്.
മക്കൾ ജനിക്കുന്നത് ഭവനത്തിന് സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ചിൽഡ്രൻ ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് ദ പാരൻസ്. പപ്പ മമ്മിയോട് കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുക, ജോലികൾ ചെയ്തു കൊടുക്കുക, ദൈവവചനം പഠിക്കുക. പപ്പ മമ്മി ഒരു കാര്യം പറയുമ്പോൾ അതിനു വേണ്ടി അവർക്ക് ഒരു സന്നദ്ധത മനസ്സ്, അവരെ ഓണർ ചെയ്യാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിലൂടെ വളർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഗ്രാൻഡ് പാരൻസിനും ഒരു റോളുണ്ട്. എന്താണ്? തീമത്യോസിൻ്റെ വല്യമ്മച്ചിയിൽ കണ്ട, തീമത്യോസിൻ്റെ അമ്മയിൽ കണ്ട വിശ്വാസം തീമത്യോസിലും ഉണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസം കൈമാറാൻ വല്യമ്മച്ചിമാർക്കും ഒരു വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇനിയും പ്രാക്ടിക്കലായിട്ടുള്ള 8 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ഫാമിലി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ പലരും ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. ഇതുവരെയായിട്ടും കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഭവനങ്ങൾ, എനി ഫാമിലി വിത്തൗട്ട് ഫാമിലി പ്രെയർ, ഡിസൈഡ് ദാറ്റ് ദിസ് ഡേ ഐ വിൽ ഹാവ് എ ഫാമിലി പ്രെയർ. അത് പപ്പ ഉത്തരവാദിത്വം എടുത്താൽ നല്ലത്. ഇഫ് പപ്പ ഡസൻ ടേക്ക് റെസ്പോൺസിബിലിറ്റി, മമ്മി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. വി നീഡ് ടു ഹാവ് ഫാമിലി പ്രെയർ. 5 മിനിറ്റ്, മേ ബി couple of times a day we can come together and pray. 5 മിനിറ്റെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, ശരി. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിലാണ്. വൈകുന്നേരമോ, ഈവനിങ്, അല്ലെങ്കിൽ ശനി ഞായർ അവധിയുള്ള സമയത്തോ, മോൾ TV കൊണ്ട്, അമ്മ ഫോണും കൊണ്ട്, പപ്പ പത്രം കൊണ്ട്, അങ്ങനെയാണോ? അല്ല. വി കം ടുഗെദർ, ഒരുമിച്ച് ആഹാരം കഴിക്കുക. അപ്പോൾ നമ്മുടെ വയറ് നല്ലവണ്ണം നിറയും, അല്ലേ? വി വിൽ ബി സാറ്റിസ്ഫൈഡ്. രണ്ടാമതായിട്ട് സ്നേഹം പ്രകടിപ്പിക്കണം. പണ്ട് കാലത്തെ when grandparents time never love was expressed. പേടിയാണ്, സ്നേഹം പ്രകടിപ്പിക്കാൻ പേടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ, ദ ന്യൂ ജനറേഷൻ ഇസ് ഡിഫറെൻറ്റ്. വി എക്സ്പ്രസ് ലവ്. നമ്മുടെ കുഞ്ഞുങ്ങളും ഭർത്താവ് ഭാര്യയുമായിട്ടൊക്കെ എന്ത് ചെയ്യണം? അച്ഛൻ അമ്മമാരുമായിട്ടൊക്കെ വി നീഡ് ടു എക്സ്പ്രസ് ലവ്. നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചേ പറ്റുകയുള്ളൂ. ഗാഡ് സോ ലവ് ദ വേൾഡ്, അവിടെ ഒന്ന് നോക്കി, അങ്ങനെയാണോ പറയുന്നത്? ഗാഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ്, തന്നു, കൊടുത്തു. ആരെ തന്നു? ഏറ്റവും വിലയേറിയതിനെ തന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പായോട്, മമ്മിയോട്, സഹോദരനോട്, സഹോദരിയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം പ്രകടിപ്പിക്കണം. എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? വാക്കിലൂടെ പ്രകടിപ്പിക്കാം. ദൈവം അങ്ങനല്ലേ ചെയ്തത്? ഈ പുസ്തകം മുഴുവനും നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. വാക്കിലൂടെ പ്രകടിപ്പിക്കാം. വി എക്സ്പ്രസ് വേർഡ്സ്, ലവ് ത്രൂ അവർ വേർഡ്സ്. സ്പർശിക്കാം, അല്ലേ? കുഞ്ഞുങ്ങളെയും ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങളെയൊക്കെ നമുക്ക് ചുംബനം ചെയ്യാം, അല്ലേ? നമ്മൾ ഓർക്കുക, ഈ വി ഡോണ്ട് എക്സ്പ്രസ് ലവ്, നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. മെസ്സേജ് ഇങ്ങനെ നമ്മുടെ ഫോണിലൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ? ഐ ലവ് യു. ഇഫ് യു വാണ്ട് എനിബഡി ടു ടോക്ക്, നോബഡി ടു ടോക്ക്, പ്ലീസ് മെസ്സേജ്, ക്ലിക്ക് ഹിയർ, ഇല്ലേ? സോ വി നീഡ് ടു എക്സ്പ്രസ് ലവ്. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സമയം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ, ഇരുന്ന് സംസാരിക്കുക. കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പം, ഭർത്താവ് സ്കൂളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു വിശേഷം? എന്തുകൊണ്ട് വിശേഷം? സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. സംസാരിക്കുക, സമയം ചെലവഴുക, ഗിഫ്റ്റ്സ് കൊടുക്കുക. ബർത്ത്ഡേ ഓർക്കണം കേട്ടോ. ബർത്ത്ഡേ ആണ്, എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, ഭയങ്കര സങ്കടമുണ്ട്. ഒരാളോട് ഇവിടെ ഒരു പ്രത്യേക ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഇവിടെ വന്നപ്പം പപ്പാടി ചോദിച്ചു, മോടെ ബർത്ത്ഡേ എന്നാന്ന്. വെൻ ഈസ് യുവർ ഡോട്ടേഴ്സ് ബർത്ത്ഡേ? അവന് അറിയാൻ വയ്യാന്ന്. അറിയാൻ വയ്യായോ? പണ്ടാണെ പറയാൻ 10 children ഉണ്ടായിരുന്നു, അറിയാൻ വയ്യാന്ന്. ഇപ്പോൾ എല്ലായിടത്തും 2 ഒന്നല്ല, only 2 and 1 in every homes. How can you forget your own daughter's birthday? അല്ലേ? നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കില്ലേ? നമുക്ക് ട്രംപിൻ്റെ കാര്യം വരെ അറിയാം, ബട്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അറിയാൻ വയ്യ. വി നീഡ് ടു റിമെമ്പർ. ഇതെല്ലാം വി ആർ എക്സ്പ്രസിങ് ലവ്. സ്തോത്രം. പിന്നെ അത് സ്നേഹം പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ. ബി ദ ഫസ്റ്റ് വൺ ടു സേ സോറി. കുടുംബത്തിൽ പ്രശ്നമില്ലാത്തെങ്കിലും കുടുംബം ഉണ്ടോ? ഇല്ല. പക്ഷേ ഹൂ ക്യാൻ ഫസ്റ്റ് സേ സോറി? ഐ തിങ്ക് ദ മോർ മച്ചുവർ വിൽ ഫസ്റ്റ് സേ സോറി. എന്നോട് ആദ്യം സോറി പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ്. നമ്മളൊക്കെ പുരുഷന്മാർ സോറി പറയുമോ? ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ദ മോർ മച്ചുവർ വിൽ സേ സോറി ഫസ്റ്റ്. ആദ്യം ക്ഷമിക്കാൻ പറ്റുന്നത് കൂടുതലായിട്ട് പക്വതയുള്ളവരാണ്. സ്തോത്രം. ഫോർഗീവ്. ഒരുമിച്ച് ആരാധിക്കുക.
ഒരുമിച്ച് ആരാധനയ്ക്ക് കടന്നു വരിക, ചർച്ചിൽ ഒരുമിച്ച് കടന്നു വരിക, ചർച്ചിൽ ഒരുമിച്ച് ശുശ്രൂഷിക്കുക. പല കാര്യങ്ങളുണ്ട് നമുക്ക് ചർച്ചിൽ ചെയ്യാൻ. ഒരുമിച്ച് കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് പോകാം. അതുമാത്രമല്ല, ഒരുമിച്ച് പഠിക്കുക, ദൈവവചനം പഠിക്കുക. സ്തോത്രം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. നീ അല്ലേലും പറഞ്ഞാൽ കേൾക്കാത്ത, അങ്ങനല്ല. അവനെ അനുഗ്രഹിക്കുക, അനുഗ്രഹിച്ച് സംസാരിക്കുക. നമ്മുടെ കുഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞും പറഞ്ഞാൽ കേൾക്കാത്തത്. അതുകൊണ്ട് നമ്മളെന്താ, വി സേ ദി ഓപ്പോസിറ്റ്. മോൻ നല്ല അനുസരണമുള്ള മോനാണ്. സ്തോത്രം. അവസാനമായിട്ട് ഹാവ് ഫൺ. മലയാളികൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ്. നമ്മൾ ഏകദേശം സിനിമ കാണുന്ന ആ ഫണ്ണ് അല്ല. ബോളെറിഞ്ഞു, പന്ത് കളിച്ചു. കഴിഞ്ഞ വർഷത്തെ ഫാമിലി സൺഡേയുടെ വീഡിയോ പിന്നെ ബ്രൈറ്റ് എനിക്ക് അയച്ചു തന്നു. നല്ല ഫണ്ണായിരുന്നു, നല്ല ഫൺ. ഹാവ് ഫൺ. കാരണം ഒത്തിരി ദുഃഖമുള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, ഇല്ലേ? ഒത്തിരി വി വിൽ ഹാവ് ബാഡ് മൂമെൻറ്റ്സ്, ബട്ട് ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് ഗുഡ് മൂമെൻറ്റ്സ്, നല്ല സന്തോഷമുള്ള ഓർമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാഡ് മൂമെൻറ്റ്സ് അങ്ങ് നള്ളിഫൈ ആവും, അല്ലേ? അതുകൊണ്ട് ഹാവ് ഫൺ, ഹാവ് ഫൺ. വലിയ കാര്യമൊന്നുമില്ല ഫണ്ണാക്കാൻ വേണ്ടി, ഇല്ലേ? കുഞ്ഞുങ്ങളൊക്കെ എന്താണ് ഫണ്ണ്? കുഞ്ഞുങ്ങൾക്ക് എന്താ ഫണ്ണ്? ബോൾ തട്ടിക്കൊടുക്കുക അവരുടെ ഫണ്ണില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ട്, എന്തൊരു സന്തോഷമാണ് അവർക്കല്ലേ? ഇസ് ദാറ്റ് റൈറ്റ്? കൊച്ചു കുട്ടികളുള്ളവർക്ക് അറിയാമല്ലോ. സ്തോത്രം. നമ്മളെ തന്നെ ചിന്തിക്കുക. ഒരുമിച്ച് സമയം ചെലവിടുന്നില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല, എപ്പോഴും ആർഗ്യുമെൻറ്റ്സ് ആണ്. ക്ഷമിക്കാൻ പറ്റാതെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ തമ്മിൽ. വീട്ടിലുള്ളിടത്താണ് താമസിക്കുന്നത്, പക്ഷേ ദർ ഇസ് എൻ ഇമോഷണൽ ഡിസ്റ്റൻസ്. കുഞ്ഞുങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ സംസാരിക്കാൻ പേടിയാണ്. തിരിച്ചുകൊണ്ട് കേട്ടോ, ഭർത്താവിനും സംസാരിക്കാൻ പേടിയുള്ള വീടുകളൊക്കെ ഉണ്ട്. അഫ്രൈഡ് ടു ടോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, വി നീഡ് ടു ബിൽഡ് അവർ ഹോം. നമ്മുടെ കുടുംബം നാം പണിയാൻ തുടങ്ങണം. ഇമോഷണൽ ബോണ്ട്, സ്പിരിച്വൽ ബോണ്ട്, ഡു അവർ റെസ്പോൺസിബിൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല. നമുക്ക് ഇന്നങ്ങ് എന്താ പറയണ്ടത്, ദുബായിക്ക് ടൂറ് പോകാം, അങ്ങനെയൊന്നും വേണ്ട. വി ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്. ചെറിയ കാര്യങ്ങൾ. കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. ഭർത്താവ് സ്കൂളിൽ നിന്ന് വരുമ്പം ജോലി കഴിഞ്ഞ് വരുമ്പം ഒന്ന് കെട്ടിപ്പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ഭർത്താവിന് സിസ്റ്ററെ കാണുമ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. ഇമോഷണൽ ബോണ്ട് ആൻഡ് സ്പിരിച്വൽ ബോണ്ട്. ദൈവം ഒരിക്കലും പൂർണ്ണതയുള്ള വീടിനെ അല്ല നോക്കുന്നത്. ഗാഡ് ഈസ് ലുക്കിംഗ് ഫോർ ഫെയ്ത്ത് ഫിൽഡ് ഹോം. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, വിശ്വാസമുള്ള കുടുംബങ്ങളെയാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. പണം നമുക്ക് ആവശ്യമാണ്. പണത്തിന് വേണ്ടി നാം 8 മണിക്കൂർ ജോലി ചെയ്യുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇമോഷണൽ ബോണ്ട് വളർത്താൻ, സ്പിരിച്വൽ ബോണ്ട് വളർത്താൻ, ആത്മീയ അടിത്തറ വളർത്താൻ, ഒരു ഇമോഷണൽ ബന്ധം വളർത്താൻ നമ്മൾ എത്ര മണിക്കൂർ അധ്വാനിക്കുന്നുണ്ട്? സ്തോത്രം. ജോഷുവയോട് ചേർന്ന് നമുക്ക് പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എൻ്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പേ, ബിഫോർ മൈ ഫാദർ ഡൈഡ്, വി ഹാഡ് എ 1 day ട്രിപ്പ് ടുഗെദർ. ഒരുമിച്ച് ഞങ്ങൾ സമയം ചെലവഴിച്ചു. അറ്റ് ദി എൻഡ് ഹി ആസ്ക്ഡ് ഓൾ ഓഫ് us ടു ഷെയർ ടെസ്റ്റ് മണി. എല്ലാവരും ടെസ്റ്റ് മണി പറയാൻ പറഞ്ഞു. മൈ ചിൽഡ്രൻ, എല്ലാ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് ആദ്യ അവസരം. എല്ലാം ടെസ്റ്റ് മണി കഴിഞ്ഞു. ടെസ്റ്റ് മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർന്നില്ല. ബട്ട് അന്ന് ഫസ്റ്റ് ഡേ അറ്റ് ദി എൻഡ് 2 വാക്യം അച്ചാച്ചൻ പറഞ്ഞു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. അടുത്തത് പ്രോബ്സ് ചാപ്റ്റർ 14 എന്നായിരുന്നു. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യമുണ്ട്. നീതിമാൻ്റെ ഭക്തന്മാരുടെ മക്കൾക്ക് ദൃഢനിശ്ചയമുണ്ട്. ഭക്തന്മാരുടെ മക്കൾക്ക് ദൃഢനിശ്ചയമുണ്ട്. ഈ 2 വാക്യങ്ങളാണ് അച്ചാച്ചൻ ഞങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടെ കൂടി ബാക്കി ടെസ്റ്റ് മണി പറയാൻ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും അച്ചാച്ചൻ ഈ 2 വാക്യവും പറഞ്ഞു. സ്തോത്രം. നാം ഒരു സമയം ഇവിടുന്ന് കടന്നു പോകും. ഓൾ ഓഫ് us വിൽ ഗോ. നമ്മളിവിടെ എത്ര മിടുക്കരാണെന്ന് പറഞ്ഞാലും ഓൾ ഓഫ് us വിൽ ഗോ, ഹാവ് ടു ഗോ. നമ്മൾ എന്താ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് പോകുന്നത്? ദൈവത്തെയാണ്. വി ക്യാൻ ഓൺലി ഗിവ് ഗോഡ്. വെൽത്ത് കൊടുക്കാം, പണം കൊടുക്കാം. കുറേ നാൾ താമസിച്ചവർക്ക് അറിയാമല്ലോ,
ഒരു കാലഘട്ടത്തിൽ ധനവാന്മാരായിരുന്നവർ ഈ കാലഘട്ടത്തിൽ 2 തലമുറ കഴിഞ്ഞപ്പോൾ എന്തോ പറ്റിയെന്ന് നമുക്കറിയാമല്ലേ. വാട്ട് ഹാപ്പൻ ടു ദം? പണം ദുരുപയോഗം ചെയ്തതുകൊണ്ട് അടുത്ത തലമുറ പണമില്ലാത്തവരായി മാറി. പക്ഷെ ദൈവത്തെ കൊടുത്താലോ ദൈവം അവരെ നിലനിർത്തും. സ്തോത്രം. നമുക്കൊരു നിമിഷം ലെറ്റ്സ് തിങ്ക്, ലോർഡ്, വേർ ഡു ഐ നീഡ് ടു ചേഞ്ച്? എവിടാണ് കർത്താവെ എനിക്ക് രൂപാന്തരം വരേണ്ടത് എന്നൊന്ന് ചിന്തിക്കാമോ? എവിടെയാണ്? ദൈവത്തോട് ചോദിച്ചാൽ, ലോർഡ്, വേർ ഡു ഐ നീഡ് ടു ചേഞ്ച്? ഡോണ്ട് ആസ്ക് എൻ്റെ കുഞ്ഞെവിടാ മാറേണ്ടത്, എൻ്റെ പപ്പ എവിടാ മാറേണ്ടത്, എൻ്റെ ഭർത്താവ് എവിടാ മാറേണ്ടത്, എൻ്റെ ഭാര്യ എവിടാ മാറേണ്ടത്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ലെറ്റ്സ് തിങ്ക്, കർത്താവെ ഞാൻ എവിടാ മാറേണ്ടത്? വേർ ഡു ഐ നീഡ് ടു ചേഞ്ച്? സ്തോത്രം. പരിശുദ്ധാത്മ അവിടെ വന്നിട്ടുണ്ട്. ഹീ ഈസ് ഹിയർ. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഹിയർ. നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി അച്ചാരം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. സ്തോത്രം. ദൈവകരങ്ങളിൽ നമ്മളെ കൊടുക്കാമോ? ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് നമ്മളെ കൊടുക്കാമോ? ക്യാൻ യു സേ, ലോർഡ്, ഹിയർ ഐ ആം യുവർ സെർവൻറ്റ്. കർത്താവെ, ഞാൻ നിൻ്റെ ദാസൻ, നിൻ്റെ ദാസി. നിൻ്റെ വചനം അനുസരിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ്.